വന്ദേമാതരം സ്വാതന്ത്ര്യദിനത്തിൽ അതേപടി പാടണമെന്ന ഉത്തരവ് പുറത്തിറക്കിയതിനെ ന്യായീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നടത്തിയ പ്രതികരണം നിങ്ങൾ കാണണം. അത് ഗവർണർ കൽപ്പിച്ചു, അത് ഉത്തരവായി വന്നതിൽ എന്താ പ്രശ്നം? കേട്ടില്ലേ? അതായത് ഭരിക്കുന്നത് ഗവർണറാണ്, പിന്നെ നിങ്ങൾക്കൊക്കെ രാജിവെച്ച് പൊയ്ക്കൂടെ എന്ന് ഈ നാട്ടിലുള്ളവർ ചോദിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നലകളിൽ ഗവർണറുമായി ഇവിടെ ഭരിച്ചിരുന്നവർ കലഹിച്ചപ്പോൾ അത് ഡീലാണ്, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞ് അതിനെ തെറ്റിദ്ധരിപ്പിച്ചവർ ഇന്ന് വിനീതദാസന്മാരായി സംഘി ഗവർണർക്ക് മുന്നിൽ മുട്ടിലിഴയുന്ന രീതി എന്താണെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രതികരണം ഒന്ന് കേട്ടു നോക്കി. സ്വാതന്ത്ര്യാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായും കർശനമായി ആലപിക്കണം എന്നുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേഭാരതം സംബന്ധിച്ച് വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതില് ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ വന്നൊരു PM ശ്രീ നമ്മൾ 1-2 സിറ്റിംഗ് കഴിഞ്ഞു. ഇനിയും അതിൽ സിറ്റിങ്ങുകൾ ആവശ്യമാണ്. അതിനൊക്കെ ശേഷം ആ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും. ഇവിടെ സംഭവിച്ചത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചേരാനിരുന്നതാണ്. അന്ന് പിന്നെ ഉണ്ടായത് ഇതുപോലെ മഴയും മണ്ണിടിച്ചിലും പല ജില്ലകളിലും വലിയ തോതിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതിൽപ്പെട്ട മന്ത്രിമാരൊക്കെ ആ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. അതുകൊണ്ട് തൽക്കാലം ആ സിറ്റിംഗ് നടന്നില്ല. പിന്നീട് നടക്കും. അങ്ങനെ നമ്മൾ സമയം തീർച്ചപ്പെടുത്തി. ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയുടെ മുൻപായി, മാസങ്ങൾക്ക് മുൻപായി നടത്തണമെന്നാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത്. അന്ന് ഇടതുപക്ഷം ഗവർണർമാരായിട്ടൊക്കെ കലഹിച്ചത് അത് ഡീലും. ഇതാണ് ശക്തമായ പ്രതിരോധം. എങ്ങനെയാണ് സംഘപരിവാറിനെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെ ഷംസുദ്ദീൻ ഉൾപ്പെടുന്ന മേനോൻ സർക്കാർ നമുക്ക് കാട്ടിത്തരികയാണ്. അതായത് അവരെന്ത് പറഞ്ഞാലും അതിനെ ഒരു മൂരിയുടെ മുരൾച്ച പോലും ഇല്ലാതെ അതേപടി അങ്ങ് നടപ്പാക്കി കൊടുക്കുന്ന ആ പ്രതിരോധം ഉണ്ടല്ലോ, ഇതുപോലെ സംഘികളെ ചെറുക്കാൻ കഴിഞ്ഞ സർക്കാരിന് കഴിയുമായിരുന്നു. സംഘപരിവാറിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്. ഇടതുപക്ഷത്തുള്ളവർ കണ്ടുപഠിക്ക്. ഇതാണ് നമ്മുടെ നാട്ടിലെ കുറെ മൂരി മനസ്സുകൾക്കും വേണ്ടിയിരുന്നത്. നമ്മുടെ നാട്ടിലെ സംഘിവൽക്കരണത്തിന് ലീഗ് കാവിക്കുടയും പിടിച്ച് കൂടെ നിന്ന് കൊടുക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ പടച്ചോനെ, നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോയിരിക്കുന്ന ഐറ്റങ്ങൾ ഇതൊക്കെയാണല്ലോ. ഇതിനെയൊക്കെ സ്വർഗത്തിൽ കയറ്റാങ്കി യഥാർത്ഥത്തിൽ ഒരു നാട്ടിൽ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ടവരെയൊക്കെ നിങ്ങൾ എവിടെ പാർപ്പിക്കുമെന്ന് അങ്ങോട്ട് ചോദിച്ചു പോവുകയാണ്. ഇത്രയും വിനീതദാസന്മാരായ ലീഗ് മന്ത്രിമാർ സംഘപരിവാർ ഗവർണർക്ക് മുന്നിൽ മുട്ടിലെഴയുന്ന കാഴ്ച കണ്ടിട്ട് കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥ. അതിനോടൊപ്പം തന്നെ കീജയ് വിളിച്ചുകൊണ്ട് നടക്കുന്ന ലീഗന്മാരൊക്കെ അന്തസ്സോ അഭിമാനവും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്ത് കളയുന്നതാണ് നല്ലത്. കാര്യം ആ രീതിയിലായിരുന്നു നിങ്ങൾ ഈ നാട്ടിൽ ന്യായീകരിച്ച് നടന്നത്. എന്ത് ന്യായീകരിച്ചു, എന്ത് പൊങ്ങച്ചം പറഞ്ഞു, എന്തൊക്കെ അറബിക്കടലിൽ എറിയുമെന്നൊക്കെ വീരവാദം മുഴക്കിയോ, എല്ലാം അവർ പറയുന്നത് പോലെ അവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരക്ഷരം ഉരിയാടാതെ അനുവദിച്ചു കൊടുക്കുന്ന ഗതികേട്. ഇതിൻ്റെ പേരാണോ കേരളത്തിലെ മൂരിത്തലയന്മാരെ സംഘിവൽക്കരണം?